Welcome to Helpora Learning. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അന്ത്യനബിയായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പഠിക്കാം. ജനനം ക്രിസ്തുവർഷം 571 റബീഉൽ അവ്വൽ 12. ഇത് ആനക്കലഹം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ്. ജന്മസ്ഥലം സൗദി അറേബ്യയിലെ മക്ക. ജനിച്ച സമയത്തിൽ മക്കയിലെ ആളുകൾ അറിവില്ലാത്ത ആളുകളായിരുന്നതിനാൽ ആ കാലത്തെ അറിവില്ലാത്ത കാലം അഥവാ ജാഹിലിയ കാലം എന്ന് പറയുന്നു. അന്ന് കഅബയിൽ പ്രതിഷ്ഠിച്ചിരുന്ന പ്രധാന വിഗ്രഹങ്ങൾ ലാത്ത, ഉസ്സ, മനാത്ത, ഹുബൽ എന്നിവയാണ്. നബിയുടെ ഗോത്രം ഇസ്മായിൽ നബി അലൈഹിസ്സലാം പരമ്പരയിൽപ്പെട്ട ഖുറൈശി ഗോത്രമാണ്. നബിയുടെ കുടുംബം ഹാഷിം കുടുംബം. പിതാവിന്റെ പേര് അബ്ദുള്ള. അദ്ദേഹം നബി ജനിച്ചതിന് 2 മാസം മുമ്പ് സിറിയയിൽ പോകുന്ന വഴി മദീനയിൽ വെച്ച് മരണപ്പെട്ടു. മാതാവിന്റെ പേര് ആമിന ബീവി. നബിയുടെ 6-ാം വയസ്സിൽ അബവാ എന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു. നബിയുടെ വലിയുപ്പ അബ്ദുൽ മുത്തലിബ്. നബിക്ക് വാഴ്ത്തപ്പെടുന്നവൻ എന്നർത്ഥം വരുന്ന മുഹമ്മദ് എന്ന പേരിട്ടത് അദ്ദേഹമാണ്. നബിയുടെ 8-ാം വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. നബിയെ ചെറുപ്പത്തിൽ മുലയൂട്ടി വളർത്തിയത് ബനു സഅദ് ഗോത്രക്കാരിയായ ഹലീമ ബീവിയാണ്. 5 വയസ്സ് വരെ വളർന്ന് നബി അവിടെ വെച്ച് അറബി സംസാരിക്കാൻ പഠിച്ചു. നബിക്ക് 40-ലേറെ വർഷം താങ്ങും തണലുമായി ഉണ്ടായിരുന്ന വ്യക്തിയാണ് നബിയുടെ പിതാവിന്റെ സഹോദരനായ അഥവാ പിതൃവ്യനായ അബൂ ത്വാലിബ്. നബിയുടെ ആദ്യ വിവാഹം 25-ാം വയസ്സിലാണ് നടക്കുന്നത്. ആദ്യ ഭാര്യ ഖദീജ ബീവിയുടെ വയസ്സ് അപ്പോൾ 40 ആയിരുന്നു. മുഹമ്മദ് നബിയുടെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ ഉമ്മമാർ എന്നറിയപ്പെടുന്നു. പല സമയങ്ങളിലായി 13 പേരെ നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തിട്ടുണ്ട്. സൗദ, ആയിഷ, ഹഫ്സ, സൈനബ ബിൻത്ത് ഹുസൈമ, ഉമ്മു സൽമ, സൈനബ ബിൻത്ത് ജഹഷ്, ജുവൈരിയ, ഉമ്മു ഹബീബ, മൈമൂന, സഫിയ, മാരിയത്തുൽ കിബ്തി, റൈഹാന ബിൻത്ത് സയ്യിദ് റളിയല്ലാഹു അൻഹുന്ന എന്നിവരാണ് മറ്റു പത്നിമാർ. മുഹമ്മദ് നബിയുടെ മക്കൾ. നബിക്ക് 7 സന്താനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 6 മക്കൾ ഖദീജ ബീവിയിൽ ഉണ്ടായവരാണ്. ഖാസിം, അബ്ദുള്ള, റുഖിയ, ഉമ്മു കുൽസും, സൈനബ്, ഫാത്തിമ തുടങ്ങിയവരാണ് അവർ. മറ്റൊരു മകനായ ഇബ്രാഹിം മാരിയത്തുൽ കിബ്തിയയിൽ ആണ് ജനിച്ചത്. നബിക്ക് നുബുവത്ത് കിട്ടിയത് 40-ാം വയസ്സിലാണ്. ജബലുൻ നൂറിൽ ഹിറ ഗുഹയിൽ ധ്യാനിച്ചിരിക്കുകയായിരുന്ന നബിയുടെ അരികിൽ ജിബ്രീൽ അലൈഹിസ്സലാം വരികയും വായിക്കാൻ പറയുകയും തുടർന്ന് സൂറത്തുൽ അലക്കിലെ ആദ്യ 5 ആയത്ത് ഓതിക്കൊടുക്കുകയുമാണ് ചെയ്തത്. അവിടെ നിന്ന് പേടിച്ചിറങ്ങിയ മുഹമ്മദ് നബി നേരെ തന്റെ ഭാര്യ ഖദീജയുടെ അടുത്തേക്കാണ് പോയത്. അവിടെ നിന്നും ഒരു ക്രിസ്തീയ പണ്ഡിതനായ വറക്കത്തു ബിനു നൗഫലിന്റെ അടുത്തേക്കാണ് അവർ പോയത്. അങ്ങനെ അവിടെ വെച്ച് നബിയായി തിരഞ്ഞെടുത്ത വിവരം തിരിച്ചറിയാൻ സാധിച്ചു. മുഹമ്മദ് നബിയിൽ ആദ്യം വിശ്വസിച്ചവർ. ആദ്യം വിശ്വസിച്ച ആളും സ്ത്രീയും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. രണ്ടാമത് വിശ്വസിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നാൽ യുവാക്കളിൽ ആദ്യം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും കുട്ടികളിൽ ആദ്യം അലി റളിയല്ലാഹു അൻഹുവുമാണ്. Thanks for studying with us today. If you enjoyed this class, please subscribe and join our learning community. And don't forget to drop your questions or thoughts in the comments. Let's grow together. See you soon.